മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു കളയണമെന്ന് ഇന്നല്ല, ഇതിന് മുറവിളി കൂട്ടിയിട്ട് പതിറ്റാണ്ടുകളായി. ആരും ചെവിക്കൊള്ളാതെ അതൊരു സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് ആ കാലഘട്ടത്തിലുള്ള ജഡ്ജിമാരും ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഒരുപോലെ നിന്ന് അവരെ അനുകൂലിച്ച് ഈ നാട് മുടിഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങൾ മരിച്ചാലും സാരമില്ല എന്ന ഒരു രഹസ്യ അജണ്ട ആഗ്രഹം വെച്ച് പുലർത്തുന്നത് ആരാണ്? നമ്മൾ അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ആരൊക്കെയോ ചിന്തിക്കുന്നു ഈ നാട് വേണ്ട, ഈ നാട്ടുകാരും വേണ്ട, അങ്ങനെ ഈ പേര്, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള പേര് ഇവർക്ക് വേണ്ട, ഈ നാടിനെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് എന്ത് നേട്ടത്തിന് വേണ്ടിയാണെന്ന് എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ വെറും 60 വർഷം മാത്രം ആയുസ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഡാം അതിൻ്റെ ഇരട്ടിയും പിന്നെയും 10 വർഷം കൂടെ ആയിട്ടും അത് തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് അതിൽ വെള്ളപൂശി വിടവുകളൊക്കെ അടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതിനനുവദിക്കുന്നു ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ. സുപ്രീം കോടതി ഉൾപ്പെടെ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടുത്തെയും അവിടുത്തെയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതാക്കൾക്കും അതുതന്നെയാണ് താല്പര്യം. ഇത് പണം കൊണ്ട് എല്ലാവരും വിലക്കെടുത്തതാണോ? ഏതായാലും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എൻ്റെ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഏത് സർക്കാരായാലും ഈ നാട് മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കും, അതാണ് എനിക്കിഷ്ടം. പക്ഷേ മറ്റെന്തെങ്കിലും പ്രലോഭനത്തിൽ അവരെ എത്തിച്ചുവോ എന്ന് അറിയില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ നാട് മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ അത് തെറ്റില്ല. അതുകൊണ്ടാണ് ഇത് പൊട്ടിയാലും അത്രയും ജനങ്ങളില്ലാണ്ടായാലും അത്രയും സമ്പത്തുകളില്ലാണ്ടായാലും അവർക്ക് വേദനിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല, ആരും നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനുണ്ടാവില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മുന്നിട്ടിറങ്ങിയേ പറ്റൂ. ഓരോ ജനങ്ങളും ഇത് പരസ്പരം പറയുക, നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞ് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് എത്രയും വേഗം തെരുവിലിറങ്ങി വൻ പ്രക്ഷോഭം നടത്തി. നമുക്ക് ജോലി ചെയ്യണ്ട, ആഹാരവും കഴിക്കണ്ട, ഇതിനൊരു ശാശ്വത പരിഹാരമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിരത്തുകളും നിറയട്ടെ. അതാണ് വേണ്ടത്. നമ്മുടെ അവസാന ശ്രമമായത്. വയനാട്ടിലെ ആ ദുരന്തം വന്നപ്പോൾ പലർക്കും അത് മനസ്സിലാകുന്നു. ഇതിൻ്റെ വ്യാപ്തിയും ഇതിൻ്റെ കാഠിന്യാവസ്ഥയും അത് എത്ര ഇരട്ടി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അടുത്ത സമയത്ത് വയനാട് ദുരന്തം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ വർഷങ്ങളിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞാലും പലർക്കും അത് ചെവിയിൽ കയറുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ദൈവം ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നതാണ് ഈ വയനാട് ദുരന്തം. ദയവായിട്ട് ആ പാഠം ഉൾക്കൊണ്ട് നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ നമ്മൾ ഇനിയും വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞ് നിരത്തിലേക്ക് ഇറങ്ങുക. താങ്ക് യു.